നാരായണൻകുട്ടിയെ നാരായണോ എന്റെ കട നല്ല ശേലിലാണല്ലോ. എവിടുന്ന് കിട്ടി? ചേട്ടാ ആണുങ്ങളെ അറിയും. പ്രശ്നമല്ല, അമ്മായിക്കും പ്രശ്നമല്ല, ശ്രീധരനും പ്രശ്നമല്ല, കുഞ്ഞാലും പ്രശ്നമല്ല, അമ്മണിയും പ്രശ്നമല്ല. അവസാനം പറഞ്ഞത് പതുക്കെ പറഞ്ഞാ മതി, ഇല്ലെങ്കിലേ മുതുകത്തി ഇടി വീഴും. ആയ അമ്മണിയോ അവളോട് പോകാൻ പറയണ. ഇത് വലിയ തൊന്തരമായല്ലോ. അമ്മാമ്മ കടയിലിരിക്കണ്ട. ആരാടാ പോവല ഈ പണി ചെയ്തു വിട്ടത്? ആ രവിച്ചേട്ടൻ അരക്കുപ്പി ബ്രാൻഡി വാങ്ങിച്ചു കൊടുത്തതാ. അത് മുഴുവൻ പച്ചവെള്ളം കുടിക്കുന്നമാതിരി കുടിച്ചു കളഞ്ഞു. രവി അവൻ നമ്മുടെ ചെക്കൻ. എന്റെ സുമതി അവൻ കൊണ്ടുപോകും. കണ്ണുകടി പാടില്ല, അത് വേണ്ട കേട്ടോ. അമ്മായി ഇല്ലടാ അവിടെ? അമ്മായും സുമതി രവിച്ചേട്ടും കൂടി സെക്കൻഡ് ഷോയ്ക്ക് പോയി. ഓ അത് പറ, ഇല്ലെങ്കി ഇപ്പൊ കാണാമായിരുന്നു. WWന്റെ ഗതി. അമ്മ കടയിലൊന്നിരിക്കണ്ട. ഞാൻ വരുന്നില്ലടാ, എനിക്ക് ഇന്ന് ഇവിടെ ഒന്ന് പഠിക്കണം. ഈച്ചനകില്ല ഈച്ച. ആ ചേച്ചിക്ക് ഉറങ്ങണം. അമ്മ കടയിൽ വന്നിരുന്ന അവർക്ക് പോയി കിടക്കായിരുന്നു. ബാ. അവള് ഉറങ്ങിയില്ലടാ, പോയി കിടക്കാൻ പറയടാ. നാരായണകുട്ടിയെ അവിടെ കാണാം, കിടത്ത്. നീ വിടന്നെ. ആ വിടാ. അമ്മ ബാ. അമ്മാവയ്ക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. വേണമെങ്കിൽ ഒരു കുപ്പി കൂടെ ഞാനടിക്കാം. മോള് പോയി സമാധാനമായിട്ട് കിടന്നു. സമാധാനം? എനിക്കെന്ത് സമാധാനം ഇവിടെ? ഞാൻ എന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാം. അവിടെ ആരുണ്ടായിട്ടാ? ആരും വേണ്ട. ഇവിടെ എല്ലാരും ഉള്ളതിനേക്കാൾ ഭേദം ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയണത്. വിവരക്കേട് പറയുന്നത് കേട്ടോ. അവളെ ഒറ്റയ്ക്ക് വിട്ടാൽ എനിക്ക് പല സമാധാനം ഉണ്ടാവോ? അമ്മായും സുമതിയൊക്കെ ഇപ്പോ സുഖമായിട്ടൊന്ന് സിനിമ കാണുന്നുണ്ടാവും. അമ്മാനാണെങ്കിലോ മരണഫിറ്റ്. എന്നെ തൊടരുത്. തൊടില്ല, പക്ഷെ എനിക്ക് നിന്നോട് സംസാരിക്കണം. ഒച്ച വെച്ച ആരെങ്കിലും അറിഞ്ഞാൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് നാട്ടും. ഈശ്വരാ, ദേവി ഇതെന്നെ ഉപദ്രവിക്കരുത്. ഞാൻ ആരും ഇല്ലാത്തോളാം. ഞാനുണ്ട്. നിന്നെ കണ്ട അന്ന് മുതൽ ഞാൻ നിന്നെ കൊതിച്ചുപോയി. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നാളെ വേണമെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കും. എന്നിട്ട് നിന്റെ ശരീരത്തെ ഞാൻ തൊടും. സുമതിയെ നിങ്ങൾ വഞ്ചിക്കല്ലേ? ഓ, അതൊരു തമാശ. നിന്നോട് എനിക്ക് അതല്ല. ഞാൻ ആലോചിച്ചിട്ട് പറയാം. അത് വേണം. ആ കളി മനസ്സിരിക്കട്ടെ. ഇനി ഇങ്ങനെ ഒരു സന്ദർഭം എനിക്ക് കിട്ടിയെന്ന് വരില്ല. സമ്മതം. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയണില്ല. അതെന്റെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റം തന്നെയാണ്. നിങ്ങളുടെ പെരുമാറ്റവും സൂത്രപ്പണികളും. ഒരു ജീവിതകാലം മുഴുവൻ നിങ്ങളെ പോലെ ഒരാളുടെ കൂടെ കഴിയാൻ എനിക്ക് പറ്റില്ല. ശരി, എന്നാൽ ഇപ്പൊ നമുക്ക് ജീവിച്ചു കളയാം. എന്റെ ദേഹത്ത് തൊട്ട് അതിന്റെ പണ്ട ഞാൻ കുത്തിച്ചോർത്തും. എന്താ ഇവിടെ? എന്താ എന്താ അതിക്രമമായി കാണിക്കണേ? എന്റെ ചെക്കനെ തല്ലി കൊല്ലാറാക്കിയല്ലോ ദൈവമേ. ആണോ ഇല്ലല്ലോ തള്ളേ. എവന്റെ ഇന്ന് കാശ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാവം പെണ്ണിനെ കൂട്ടി കൊടുത്തിട്ട് വേണോ
വേണം നിൽക്കുന്ന ഒരെണ്ണം തടിച്ചു കൊടുത്ത് അങ്ങോട്ട് ദേ പോക്കിരിത്തരം പറയരുത്. നിങ്ങൾക്ക് കാണിക്കാം. എന്താ ശ്രീധര പറഞ്ഞു കൊടുക്കടി. ഇവിടെ വേടാ പറഞ്ഞു കൊടുക്കാൻ. ഇയാൾ എന്റെ മുറി കയറി വന്നെന്നെ ഒരു കണക്കിന് ഞാൻ ഇറങ്ങി ഓടി. ശ്രീധരേട്ടൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇയാൾ എന്നെ. അമ്മായി ഒക്കെ നുണയാ, ഞാൻ വെറുതെ. ഞങ്ങളെ സിനിമ കാണാൻ ഇരുത്തിയിട്ട് ഇടയ്ക്ക് അവിടുന്ന് മുങ്ങിയത് ഇതിനായിരുന്നു അല്ലേടാ? സിനിമ ഇപ്പൊ ഇവിടെ നടന്നേനെ. എന്റെ മോളെ പറഞ്ഞു മയക്കിയിട്ട് നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു അല്ലേടാ പട്ടി? അവന്റെ കാരണത്തിട്ട് രണ്ട് കൊടുക്കുകളേ. മേലായി പ്രദേശത്ത് കണ്ടുപോകരുത്. വേഗ സ്ഥലം വിട്ടു. എന്റെ മോളെ ഞാൻ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? ആ തന്തക്കുലാൻ ഇല്ലായിരുന്നോ ഇവിടെ? അയ്യോ തന്തക്കുലാൻ യോഗ നിദ്രയില്ല. അയ്യോ കിട്ടാ രണ്ട് കൊടുക്കണ്ട. പോയി കിടന്നുറങ്ങ ചെല്ലേ. കുഞ്ഞാരേ വാ. ഇതിന് നിന്നോട് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ പെണ്ണായിട്ട് വരും. പെണ്ണ് ഓടാ. വാ. അതൊക്കെ ഒന്ന് വേഗം എടുത്ത് പുറത്തേക്ക് ഇടടാ. അയ്യോ അതൊന്നും നശിപ്പിക്കല്ലേ, ഞാൻ എടുത്തോണ്ട് പൊക്കോളാം. നീ നിന്റെ മുതലാളി എന്റെ മുറ്റത്ത് ചവിട്ടിയ കാല് ഞാൻ വെട്ടും. ഇതൊക്കെ ഈ മുറ്റത്തിട്ടാ മതിയോ? ആ പൊട്ടക്കുളത്തിൽ കൊണ്ട് താത്തടാ. അവിടെ കിടന്നോട്ടെ, അവരെടുത്തുകൊണ്ട് പോയിക്കോളും. ദേ ഒരൊറ്റ ചവിട്ട് വന്നാലുണ്ടല്ലോ നാലായിട്ട് ഒടിക്കും. മിണ്ടരുത് ഇവിടെ. അവന്റെ കള്ളും കുടിച്ച് ബോധമില്ലാണ്ട് അനന്തരയുടെ മുറി കയറ്റി വിട്ടിട്ട് അഭിപ്രായം പറയുന്നോ? ദൈവദോഷം പറയരുത് അമ്മ. ഇത്തിരി കുടിച്ചത് സത്യമാണ്. അവന്റെ നീ കുടിച്ചിട്ടില്ല, കാശ് വാങ്ങിയിട്ടില്ല, സിനിമയ്ക്ക് പോയിട്ട്. ദേ, എന്തോ കാഴ്ച കാണാനാടാ എല്ലാരും കൂടി നിൽക്കുന്നേ? പോയിനടാ അവിടുന്ന്. നോക്കി നിൽക്കാതെ പൂട്ടി താക്കൊളിഞ്ഞതാ. സുമതി, അയാളുടെ വലയിന്ന് നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാ മതി. ഞാൻ ഒരുപാട് മോഹിച്ചു പോയി ചേച്ചി. തലവേദന എടുക്കുന്നു. സിനിമ കഴിയുമ്പോ പുറത്ത് കാത്തു നിൽക്കാനും പറഞ്ഞു പോയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലെ വിചാരിച്ചില്ല. എടി സീതേ, നീ ഇവിടെ ഇരുന്നോ ഇറങ്ങാണ്ട കടയിലേക്ക് ചെല്ലടി. അമ്മയ്ക്കൊന്ന് മര്യാദയ്ക്ക് പറഞ്ഞൂടെ? ഇനി എന്നെ മര്യാദ പഠിപ്പിക്കണം. ഇപ്പൊ പഠിച്ചില്ലേ? അമ്മയല്ലേ അയാൾ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്. ഇപ്പൊ അമ്മയ്ക്കായി സകല കുറ്റം. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇത് ഏതെങ്കിലും ആസ്പത്രി കൊണ്ട് തുന്നിടിക്കാൻ 3-4 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയനിപ്പോ. നിന്നോട് പറഞ്ഞാ മനസ്സിലാവൂല. എടാ ആശുപത്രി പോയാ പോലീസ് കേസാവും. ആവട്ടേന്ന്, അവന് പോലീസിനെ നല്ല 4 ഇടിയിട്ടാണോ? കേസും കൂട്ടമൊന്നും വേണ്ട. മറ്റേ സംഗതി അവൻ പറഞ്ഞാ നമ്മളകത്താകില്ലേ? നീ അടക്കം. ഏത് സംഗതി? തേങ്ങാക്കൊല. വണ്ടി ഇടിച്ചത്. ഓ എന്നാ വേണ്ട. ഓ ഒന്ന് പതുക്കെ കേട്ട്. ഇത് വണ്ടിയിൽ തടിക്ക് കയറ് വരികണ പോലാണല്ലോ നീ കേട്ടണേ. ഇത് വേദനിച്ചോ? ശ്രീധരോ, നിന്നെ കണ്ട് നന്ദി പറയാൻ വേണ്ടി ഇതേ ഒരാള് വന്നിട്ടുണ്ട്. ആ ഇയാളോ? വാ അകത്തേക്ക് വാ. വൈകാതെ അവന്റെ കെണിയിപ്പെടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത് സുമതിയായിരിക്കുമെന്നാ. ആ സുമതി അവൻ കല്യാണം കഴിക്കുമെന്ന് അമ്മഴി എന്നോട് പറഞ്ഞത്. ഒരു വണ്ടി മുതലാളി. ഇനി അവൻ സ്വർണം കൊണ്ടൊരു ലോറി ഉണ്ടാക്കിക്കൊണ്ട് വന്നാലും എന്റെ മോളെ കൊടുക്കത്തില്ല. കൈക്ക് വേദനയുണ്ടോ? ആ എല്ലാരും ഇത് തന്നെയാ ചോദിക്കണേ. കത്തി കൊണ്ട് മുറിഞ്ഞാ പിന്നെ വേദനിക്കാണ്ടിരിക്കും. കൊറേ മുറിഞ്ഞു. ഏയ് കുറച്ച്, വലിയ കുഴപ്പമില്ല. ഒരാഴ്ചത്തെ ജോലി പോയി, ആ കാശ് ഞാൻ നേക്കണം. എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ എത്ര ചോദിച്ചാലും തന്നേനെ. എത്ര തന്നാലും തികയില്ല. എന്റെ ജീവിതം തന്നെയാ രക്ഷിച്ചത്, മറക്കില്ല. അവൾക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമുണ്ടായിട്ടല്ല. അല്ലാതെ എന്താ ഒരു നിവൃത്തി? ഒരുത്തന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കാനാണെങ്കിൽ ഒരു പണത്തൂക്കം പൊന്നെങ്കിലും വേണ്ട. എന്റെ കയ്യിൽ അതുമില്ല.
നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ അവളെ കെട്ടാം. ഒന്നും വേണ്ട, പണവും വേണ്ട. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്കറിയാം, ഞാനും അത്ര നല്ലവനൊന്നുമല്ല. പക്ഷേ കെട്ടിയ പെണ്ണിനെ അന്തസ്സായിട്ട് പോറ്റാനുള്ള ശേഷിയുണ്ട്, മനസ്സുണ്ട്. ആലോചിക്കും. അല്ല, അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാൻ ഞാനും സഹായിക്കാം. നിങ്ങളിന്നെ ഞെട്ടിച്ചല്ലോ ശ്രീരേട്ടാ. പെണ്ണും വേണ്ട പെടക്കോയും വേണ്ടെന്ന് പറഞ്ഞ ആളിപ്പം. ഞാൻ കുറെ നാളായിട്ട് ആലോചിക്കണതാണ്. ഇങ്ങനല്ലാതെ നമുക്ക് പറ്റിയ തെറ്റ് എങ്ങനെ തിരുത്തും? ശരിക്കും തിരുത്താൻ പറ്റില്ല. കുറച്ച് അത്രയും സമാധാനം.